മലയാളം ബിഗ് ബോസ് സീസൺസുകളിൽ നമ്മുടെ അനുമോൾ ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി വന്ന സമയത്താണ് ആരോ ടോയ്ലറ്റിനുള്ളിലുണ്ട്. ആ സമയത്ത് അനുമോൾ വിളിക്കുന്നുണ്ട്, വേഗം ഇറങ്ങും വേഗം ഇറങ്ങും, എനിക്ക് അർജൻറ്റാണെന്ന് പറയുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ ബിഗ് ബോസ് അനുമോളോട് പറയുന്നത്, അനുമോൾ വേഗം തന്നെ മൈക്ക് ധരിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നത്, മനുഷ്യനിവിടെ അർജൻറ്റായിട്ട് ഇരിക്കുമ്പോഴാണ് ബിഗ് ബോസിൻ്റെ ഒരു മൈക്ക് ധരിക്കുക എന്ന് ബിഗ് ബോസ് 2 വട്ടം പറയുമ്പോഴും അനുമോൾ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ചൂടായിട്ടാണ് പറയുന്നത്, ഒന്ന് പോ ബിഗ് ബോസിൻ്റെ ഒരു മൈക്ക് എന്ന് പറയുന്നുണ്ട്. ബിഗ് ബോസ് വീട്ടിൽ അനീഷനും കിടന്നുറങ്ങുകയായിരുന്നു. ആ സമയത്താണ് അനുമോള് പോയിട്ട് അനീഷിനെ വിളിച്ചുകൊണ്ട് വരുന്നത്. ആദില ഇതുവരെ പാത്രം കഴുകാൻ വന്നിട്ടില്ല. ആദിലിനോട് എഴുന്നേൽക്കാൻ അനീഷ് പറയുന്നുണ്ട്, എഴുന്നേൽക്ക് എന്ന്. കുറച്ച് കഴിയുമ്പോൾ ആദില ഭയങ്കര ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, എന്നോട് ഇറക്കാൻ നിൽക്കണ്ട, ഞാൻ വരില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വരില്ല, എനിക്ക് കാലുവേദനയാണ്, കുറച്ച് നേരം കഴിയട്ടെ എന്ന്. അപ്പോൾ അനീഷ് പറയേണ്ടത്, എപ്പോഴും ഇങ്ങനെയാണല്ലോ, എന്ത് പണി പറഞ്ഞു കഴിഞ്ഞാലും കുറേ നേരം വൈകിട്ട് എത്ര സമയം കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം എല്ലാം കഴിച്ച് ഇത്ര സമയമായിട്ട് പോലും ആ പാത്രം കഴുകി വെച്ചിട്ടില്ല, അത് പോയി കഴുകുക അതിലാന്ന്. ഞാൻ കഴുകൂല, നിങ്ങളെന്നോട് ഇറക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് അതിൽ ഭയങ്കര ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അനുമോളും നൂറയും കൂടെ അങ്ങോട്ട് മാറി നടക്കുന്നുണ്ട്. അപ്പോൾ നൂറേനോട് അതിൽ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്, നിനക്കിപ്പോൾ സമാധാനമായോ? അനുമോളും നൂറയും കൂടെ വന്നിട്ട് അനീഷനോട് പറയുന്നുണ്ട്, അനീഷൻ എന്നാൽ പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനീഷൻ, നിങ്ങൾ വിളിച്ചുകൊണ്ട് വരുമ്പോൾ വരാനും പോകാനും ഞാൻ അങ്ങനത്തെ ആളല്ല എന്ന് പറയുന്നുണ്ട്. എന്താണെങ്കിലും ഇപ്പോൾ അതിൽ പോയി പാത്രം കഴുകിയേ പറ്റൂ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും തമാശയ്ക്ക് അനുമോളും നൂറയും കൂടെ പറയുന്നുണ്ട്, ചേട്ടന് ഞങ്ങൾക്ക് ഷാനവാസ് കൊട്ടേഷൻ തന്നിട്ടുണ്ട്, ഇവിടുന്ന് വേഗം പോയിക്കോ. അനീഷേട്ടൻ അവിടുന്ന് പോകുന്നതേ ഇല്ല. ആദില പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് കരാർ എഴുതി തന്നിട്ടൊന്നും ഇല്ലല്ലോ, ഞാൻ ഇവിടുന്ന് എന്താണെങ്കിലും എഴുന്നേൽക്കാൻ പോകുന്നില്ല, ഇവർ രണ്ടുപേരല്ലേ നിങ്ങളെ വിളിച്ചുകൊണ്ട് വന്നത്. ബേബിക്ക് അറിയാലോ, എനിക്ക് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്താ ഞാൻ പറയുന്നതെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എന്ത് പറഞ്ഞാലും എൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് 2 പേർക്കും മാത്രമായിരിക്കും. ഞാൻ എന്താണെങ്കിലും എഴുന്നേൽക്കാൻ പോകില്ല, ഞാനിപ്പോൾ കഴുകുകയില്ല. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, രാത്രി അനുമോളും ആതിരയാണ് പാത്രം കഴുകണം എന്ന് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ 2 പേരും തന്നെ കഴുകണം.